റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പൊതുജനാരോഗ്യ നിയമം നടപ്പാക്കാതെ തിരുവനന്തപുരം കോർപ്പറേഷൻ 2.5 വർഷം പിന്നിട്ടിട്ടും കോർപ്പറേഷൻ ഒരു നടപടിയും എടുത്തിട്ടില്ല. നിയമപ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾ പൊതുജനാരോഗ്യ സ്ഥിതി സമിതി രൂപവൽക്കരിക്കണം. അമീബിക് മസ്തിഷ്ക ജ്വരമടക്കം പകർച്ചവ്യാധികൾ ജില്ലയിൽ പടരുന്ന സാഹചര്യത്തിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഗുരുതരമായ വീഴ്ചയാണ് എന്നാണ് ആരോപണം. മുൻ കൌൺസിലർ ശ്രീകുമാർ മുഖ്യമന്ത്രിക്കും മേയർക്കും പരാതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പൊതുജനാരോഗ്യ സമിതികൾ നിലവിൽ വന്നു. പൊതുജനാരോഗ്യ സമിതികൾ നിലവിൽ വരാത്ത ഏക തദ്ദേശ സ്ഥാപനം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയാണ്. ആര്യ രാജേന്ദ്രൻ മേയറായിരിക്കുന്ന സമയത്ത് ഇത് രൂപീകരിക്കുന്നത് നിരവധി തവണ ജില്ലാ മെഡിക്കൽ ഓഫീസർ നഗരസഭയിൽ കത്ത് നൽകിയിട്ടുണ്ട്. ഇത്രയും തവണ കത്ത് നൽകിയിട്ടും അത് രൂപീകരിക്കാൻ മേയർ സന്നദ്ധയായില്ല. ഈ തിരുവനന്തപുരം നഗരത്തിലെ 100 വാർഡുകളിലും ചേർന്നുകൊണ്ട് 16 സമിതികളാണ് രൂപീകരിക്കുന്നത്. അപ്പോൾ ഇത് നിയമം നടപ്പാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഞാൻ ഇന്ന് മേയർക്ക് കൊടുത്തു. 2025 ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ഇതിലൊന്നും നടപടിയില്ല. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? സ്മൃതി, ഇത് സംസ്ഥാന സർക്കാർ 2023 നവംബർ മാസമാണ് പൊതുജനാരോഗ്യ നിയമം നിലവിൽ കൊണ്ടുവന്നത്. പക്ഷേ 2.5 വർഷം പിന്നിട്ടിട്ടും സംസ്ഥാനത്ത്, പ്രത്യേകിച്ചും തിരുവനന്തപുരം തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഇത് നടപ്പാക്കിയിട്ടില്ല എന്നുള്ളൊരു ആരോപണം ശക്തമായി ഉയരുകയാണ്. പ്രത്യേകിച്ചും അമീബിക് മസ്തിഷ്ക ജ്വരം ഏറ്റവും അധികം ബാധിച്ചതും റിപ്പോർട്ട് ചെയ്തതും തിരുവനന്തപുരം ജില്ലയാണ്. ഇതിൽ തന്നെ ആക്കുളം സ്വിമ്മിംഗ് പൂളിനെതിരെ പൂൾ പൂട്ടിയെങ്കിൽ തന്നെയും അതിനെതിരെ കടുത്ത നടപടിയിലേക്ക് പോകാനായിട്ട് കോർപ്പറേഷന് സാധിക്കാതെ വന്നത് ഈ നിയമം പാസ്സാക്കാതെ വന്നതോടുകൂടിയാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ 16 സമിതികളാണ് രൂപീകരിക്കേണ്ടത്. തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ അതാത് ആരോഗ്യ സ്ഥാപനങ്ങളിലെ വകുപ്പ് മേധാവികളും മറ്റു ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി വേണം ഈ സമിതികൾ രൂപീകരിക്കേണ്ടത്. പക്ഷേ നാളിതുവരെയുമായിട്ടും മുൻ മേയറോ അല്ലെങ്കിൽ നിലവിൽ വന്ന മേയറിന് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും ഇപ്പോൾ പൊതുപ്രവർത്തകരും മെഡിക്കൽ കോളേജിലെ മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീകുമാർ ഇപ്പോൾ BV രാജേഷിന് വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ്. നിരവധി തവണ തിരുവനന്തപുരം ജില്ലാ ജനറൽ ആശുപത്രിയിൽ തന്നെ DM അടക്കമുള്ളവർ പലരും തന്നെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിരവധി കത്തുകൾ അന്നത്തെ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ നൽകിയിരുന്നു. പക്ഷേ ഇതുവരെയും ഇത് സംബന്ധിച്ച് ഒരു സമിതി പോലും രൂപീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ചും തീരപ്രദേശങ്ങളടക്കം പകർച്ചവ്യാധികൾ വളരെയധികം ഉയർന്നു വരുന്ന ഒരു ഘട്ടം കൂടിയാണ്. വേനൽക്കാലം എന്നതിനപ്പുറം ഇനി വരാനിരിക്കുന്നത് വലിയൊരു മഴക്കാലം കൂടിയാണ്. അതിനോടനുബന്ധിച്ച് തന്നെ ഈ സമിതികൾ രൂപീകരിച്ചാൽ മാത്രമേ ഈ നിയമം നടപ്പിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും വ്യക്തികളോ സ്ഥാപനങ്ങളോ ഈ നിയമം നടപ്പാക്കിയില്ല എന്നുള്ള പരാതിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും മേയർക്കും നൽകിയിരിക്കുന്നത്.